വെൽക്കം ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. ഇന്ന് നമ്മൾ 27ാമത്തെ സീനിലാണ് കേട്ടോ. ഇന്നത്തെ സീനിലേക്ക് ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒരു സന്ദർഭമൊന്നും എടുത്തിട്ടില്ല. അതിന് പകരം ഏത് സന്ദർഭത്തിലും ഏത് സംഭാഷണത്തിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഫ്രേസൽ വേർബ്സിനെയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നിങ്ങൾ കുറേ പേർക്കൊക്കെ എന്താണ് ഫ്രേസൽ വേർബ് എന്ന് അറിയായിരിക്കും. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പെട്ടെന്നത് എന്താണെന്നൊന്ന് പറയാം. അപ്പോൾ വേർബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമല്ലോ, ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു ക്രിയയെ നമ്മൾ ഇംഗ്ലീഷിൽ വേർബ് എന്ന് പറയും അല്ലേ. അതേപോലെ തന്നെയാണ് ഫ്രേസൽ വേർബും. ഫ്രേസൽ വേർബും ഒരു പ്രവൃത്തിയെപ്പറ്റി പറയാൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് വേർബും ഫ്രേസൽ വേർബും തമ്മിൽ വ്യത്യാസം? ഒരു വേർബ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്കേ കാണുകയുള്ളൂ. ഉദാഹരണത്തിന് ഗോ അല്ലെങ്കിൽ കം, അവിടെ എല്ലാം ഒറ്റ വാക്കേ ഉള്ളൂ അല്ലേ. നേരെ മറിച്ച് ഫ്രേസൽ വേർബ് എന്ന് പറയുമ്പോൾ തീർച്ചയായും അവിടെ ഒരു വേർബ് കാണും, അതിൻ്റെ കൂടെ നമ്മൾ ഒന്നോ അതിലധികമോ വേറെ വാക്കുകളും ചേർക്കും. അപ്പോൾ ആ കൂടെ ചേർക്കുന്ന വാക്കുകൾ പ്രെപ്പോസിഷൻസോ ആഡ്വേർബ്സോ ആയിരിക്കും. നമ്മൾ ഏതായാലും ഗ്രാമറിൻ്റെ ആ ഡീറ്റെയിൽസിലേക്ക് ഇന്നത്തെ സെഷനിൽ പോകുന്നില്ല. നമുക്കിപ്പോൾ ഒരു വേർബിനും ഒരു ഫ്രേസൽ വേർബിനുള്ള ഉദാഹരണം നോക്കാം. ഇപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു എവിടെയെങ്കിലും വെക്കുക എന്നുള്ളതിന് നമുക്ക് പുട്ട്, PUT, ആ വേർബ് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ പുട്ട് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വാക്കേ ഉള്ളൂ അല്ലേ. ഇനി അതിൻ്റെ കൂടെ ഞാൻ വേറൊരു വാക്ക് കൂടെ ചേർക്കുകയാണേ, ഓൺ കൂടെ ചേർക്കുകയാണ്. അപ്പോൾ എന്തായി? പുട്ട് ഓൺ എന്നായി അല്ലേ. അപ്പോൾ പുട്ട് ഓൺ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്നറിയോ? ധരിക്കുക എന്നാണ്. അപ്പോൾ അവൾ പുതിയ ഡ്രസ്സ് ധരിച്ചു. അവിടെ എനിക്ക് പറയാം ഷി പുട്ട് ഓൺ ഹെർ ന്യൂ ക്ലോത്ത്സ്. കണ്ടോ? അപ്പോൾ പുട്ട് എന്ന് പറഞ്ഞപ്പോൾ അർത്ഥം വേറെയായിരുന്നു, വയ്ക്കുക. നേരെ മറിച്ച് പുട്ട് ഓൺ എന്ന് പറഞ്ഞപ്പോൾ ധരിക്കുക എന്നായി. ഇനി ഞാൻ പുട്ട് എന്ന് പറഞ്ഞ വാക്കിൻ്റെ കൂടെ വേറൊരു വാക്ക് ചേർക്കാൻ പോവാണ്, ഔട്ട്. അപ്പോൾ പുട്ട് ഔട്ട് എന്ന് കിട്ടിയല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ നമ്മൾ തീ അണയ്ക്കുക, കെടുത്തുക എന്നൊക്കെ പറയില്ലേ, അതാണ് പുട്ട് ഔട്ട് എന്ന് പറയുമ്പോൾ അർത്ഥം. അപ്പോൾ തീ അണയ്ക്കുക എന്ന് പറയാൻ നമുക്ക് ഇംഗ്ലീഷിൽ വേറെ വാക്കുകളുണ്ട്. ടു സ്റ്റോപ്പ് ദ ഫയർ എന്ന് പറയാം, അല്ലെങ്കിൽ ടു എക്സ്റ്റിങ്വിഷ് ദ ഫയർ എന്ന് പറയാം. പക്ഷേ അതിനേക്കാളൊക്കെ കൂടുതൽ നാച്ചുറലായിട്ട് സ്വാഭാവികമായിട്ട് നമുക്ക് ഫ്രേസൽ വേർബ് ഉപയോഗിച്ച് പറയാം, പുട്ട് ഔട്ട് ദ ഫയർ. അപ്പോൾ നമ്മൾ ഈ ഫ്രേസൽ വേർബ്സ് പഠിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. പഠിച്ചാൽ മാത്രം പോരാട്ടോ, നമ്മളിത് ഉപയോഗിക്കുകയും വേണം. അത് അറിഞ്ഞിരിക്കണം എന്ന് ഞാൻ പറയാൻ കാരണം, നമ്മളോട് സംസാരിക്കുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല സ്വാധീനമുള്ള ആളാണെങ്കിൽ അയാളുടെ സംഭാഷണത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് ഫ്രേസൽ വേർബ്സ് കയറി വരും. അപ്പോൾ നമുക്ക് ഇതറിയില്ലെങ്കിൽ അയാൾ പറയുന്നത് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. അതുകൂടാതെ നമ്മൾ ഈ ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഭാഷ കൂടുതൽ സ്വാഭാവികമായി നാച്ചുറലായി വരുന്നതായിട്ട് കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത് നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെച്ച് വീണ്ടും വീണ്ടും പറഞ്ഞു നോക്കണം. എന്നിട്ട് ഇതിന് പറ്റിയ സെൻറ്റൻസസ് ഒറ്റയ്ക്ക് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോഴേ ആ ഫ്രേസൽ വേർബ്സുമായിട്ട് പരിചയമാവുള്ളൂ, അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ. നമുക്ക് ആദ്യം ഏറ്റവും കോമൺ ആയിട്ടുള്ളതും ഏറ്റവും സിമ്പിളായിട്ടുള്ളതുമായ ഒരു ഫ്രേസൽ വേർബിനെ പരിചയപ്പെടാം. നമ്മൾ ആരെങ്കിലും ഫോൺ ചെയ്യുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആരോടെങ്കിലും അങ്ങോട്ട് പറയേണ്ടി വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളോട് ഇങ്ങോട്ട് പറയാം. ഒന്ന് കാത്തു നിൽക്കാമോ, ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കില്ലേ. അതിന് പകരം നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വേർബാണ് ഹോൾഡ് ഓൺ. അപ്പോൾ ടു ഹോൾഡ് ഓൺ എന്ന് പറഞ്ഞാൽ ടു വെയിറ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് ഇങ്ങനെ പറയാം, പ്ലീസ് ഹോൾഡ് ഓൺ എ മിനിറ്റ്. ഒരു മിനിറ്റ് ഒന്ന് കാത്തു നിൽക്കൂ. ഇനി അടുത്തത്, എന്തെങ്കിലും ഒരു കാര്യം തുടർന്ന് ചെയ്യുക എന്നുള്ളതിന് നമ്മൾ ഇംഗ്ലീഷിൽ ടു കണ്ടിന്യൂ എന്ന് പറയുമല്ലോ. അതേ അർത്ഥം കിട്ടാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വേർബാണ് ടു കീപ്പ് ഓൺ ഡൂയിങ് സംതിങ്. ടു കീപ്പ് ഓൺ ഡൂയിങ് സംതിങ്. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ പറയേണ്ടത് ഇങ്ങനെയാണ്, ഞാൻ അവളോട് കാത്തു നിൽക്കാൻ അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ പറഞ്ഞു, പക്ഷെ അവൾ നടത്തം തുടർന്നു. അപ്പോൾ അതെങ്ങനെ പറയും? ഐ ടോൾഡ് ഹെർ ടു വെയിറ്റ് ബട്ട് ഷീ കെപ്റ്റ് ഓൺ വാക്കിംഗ്. കണ്ടോ? കെപ്റ്റ് ഓൺ വാക്കിംഗ്. ഇനി നമ്മളെല്ലാവരും വീട്ടിൽ പലതവണ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ഒരു ഫ്രേസൽ വേർബിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. TV വെക്കുക, TV ഓൺ ആക്കുക, TV ഓഫ് ആക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിന് നമുക്ക് ഫ്രേസൽ വേർബ്സ് ഉപയോഗിക്കാം. അപ്പോൾ TV ഓൺ ആക്കുക എന്നുള്ളതിന് ടു ടേൺ ഓൺ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ എങ്ങനെ ഒരു സെൻറ്റൻസ് പറയും? TV ഒന്ന് ഓൺ ആക്കാമോ? എങ്ങനെ ചോദിക്കും? കുഡ് യു പ്ലീസ് ടേൺ ഓൺ ദ TV. കുഡ് യു പ്ലീസ് ടേൺ ഓൺ ദ TV. അവിടെ ആ ഫ്രേസൽ വേർബ് ഞാൻ ഒരുമിച്ച് ഉപയോഗിച്ചു അല്ലേ, ടേൺ ഓൺ ദ TV. തിരിച്ചും ചെയ്യാം കേട്ടോ. ആ ഫ്രേസൽ വേർബിനെ എനിക്ക് സ്പ്ലിറ്റ് ചെയ്യാം, രണ്ടാക്കിയിട്ട് അതിന് നടുക്ക് എനിക്ക് ആ TV എന്നുള്ള വാക്ക് പ്ലേസ് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും? കുഡ് യു പ്ലീസ് ടേൺ ദ TV ഓൺ. കുഡ് യു പ്ലീസ് ടേൺ ദ TV ഓൺ. ഇനി ഞാൻ ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ, TV എന്നുള്ള വാക്ക് പറയാതെ അതൊന്ന് ഓൺ ചെയ്യാമോ എന്ന് പറയുമ്പോൾ ഈ അത് എന്നുള്ളത് നമുക്ക് ഇംഗ്ലീഷിൽ ഇറ്റ് എന്ന് പറയാമല്ലോ. അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ സെൻറ്റൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കൂ കേട്ടോ. കുഡ് യു പ്ലീസ് ടേൺ ഇറ്റ് ഓൺ. അവിടെ നമുക്ക് ഒരിക്കലും ടേൺ ഓൺ ഇറ്റ് എന്ന് പറയാൻ പറ്റില്ല. കുഡ് യു പ്ലീസ് ടേൺ ഇറ്റ് ഓൺ. അപ്പോൾ TV ഇപ്പോൾ നമ്മൾ ഓൺ ചെയ്തില്ലേ, ഇനി അത് ഓഫ് ആക്കണ്ടേ. അപ്പോൾ എന്ത് പറയും?
ടു ടേൺ ഓഫ് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഒരു കാര്യം, സ്പെല്ലിങ് തെറ്റിക്കരുത്. ഈ ഓഫിൻ്റെ സ്പെല്ലിങ് OF അല്ല, OFF ആണ് കേട്ടോ. അപ്പോൾ ടി വി ഓഫ് ചെയ്യൂ എന്നുള്ളതിന് പ്ലീസ് ടേൺ ഓഫ് ദ ടി വി എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ പ്ലീസ് ടേൺ ദ ടി വി ഓഫ്. അപ്പോൾ ടി വി ഓണാക്കാനും ഓഫാക്കാനും ഇപ്പോൾ നമുക്കറിയാം. ഇനി ടി വി വെച്ചു, അതിൻ്റെ ശബ്ദം ഒന്ന് കൂട്ടണം. അതിന് നമ്മൾ എന്താ പറയുക? അതിന് നമുക്ക് ഈ ടേൺ ചേർത്തുള്ള ഒരു ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. ടു ടേൺ അപ്പ് എന്ന് പറഞ്ഞാൽ മതി, ടു ടേൺ അപ്പ്. പക്ഷേ ഈ ടേൺ അപ്പിന് പല അർത്ഥങ്ങളുണ്ട്. അത് നമുക്ക് ഇത് മനസ്സിലാക്കാം. ഇപ്പോൾ ടി വിയുടെ ശബ്ദം കൂട്ടുക, ഇനി AC ആണെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടുക എന്നൊക്കെ ഉള്ളതിന് നമുക്ക് ടേൺ അപ്പ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതി, ഐ ടേൺഡ് ദ വോള്യൂം അപ്പ്. ഐ ടേൺഡ് ദ വോള്യൂം അപ്പ്. അപ്പോൾ ഇവിടെ വോള്യൂം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ശബ്ദം കൂട്ടി എന്നാണ് കേട്ടോ. ഐ ടേൺഡ് അപ്പ് ദ വോള്യൂം എന്നും പറയാം. ഇനി ടി വിയുടെ ശബ്ദം അധികം കൂട്ടല്ലേ എന്ന് പറയണമെങ്കിലോ, പ്ലീസ് ഡോണ്ട് ടേൺ ദ ടി വി അപ്പ് എന്ന് പറഞ്ഞാൽ മതി. പ്ലീസ് ഡോണ്ട് ടേൺ ദ ടി വി അപ്പ്. അപ്പോൾ ശബ്ദം കൂട്ടണമെങ്കിൽ ടു ടേൺ അപ്പ്, ശബ്ദം കുറയ്ക്കണമെങ്കിൽ എന്ത് പറയും? ടു ടേൺ ഡൗൺ എന്ന് പറഞ്ഞാൽ പോരെ. അപ്പോൾ ടേൺ ഡൗണിൻ്റെ അർത്ഥം എന്തൊക്കെയാണ്? ടി വിയുടെ കാര്യത്തിലാണെങ്കിൽ ശബ്ദം കുറയ്ക്കുക എന്നാവാം അർത്ഥം. അപ്പോൾ നമ്മൾ AC പറ്റി പറയുകയാണെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കാമോ എന്നുള്ളതിന് നമുക്ക് ടേൺ ഡൗൺ പറയാം. അപ്പോൾ ടി വിയുടെ ആ ശബ്ദം ഒരു ഇത്തിരി കുറയ്ക്കാമോ എങ്ങനെ ചോദിക്കും? കുഡ് യു ടേൺ ദ വോള്യൂം ഡൗൺ എ ബിറ്റ്? കുഡ് യു ടേൺ ദ വോള്യൂം ഡൗൺ എ ബിറ്റ്. ഇനി ടേൺ അപ്പ് എന്നുള്ളതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. ടു അറൈവ് എന്നൊരു മീനിങ് ഉണ്ട്. അപ്പോൾ അറൈവ് എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയോ? ഇപ്പോൾ ഒരാൾ എവിടെയെങ്കിലും എത്താം എന്ന് പറഞ്ഞിരുന്നു, ആ സ്ഥലത്ത് ആൾ എത്തുമ്പോൾ നമുക്ക് പറയാം അയാൾ അവിടെ എത്തി, അറൈവ് ചെയ്തു. അതേ അർത്ഥമാണ് ടേൺ അപ്പ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്ത് നോക്കൂ. ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് പറഞ്ഞിരിക്കുന്നത് നമുക്ക് 9 മണിക്ക് കാണാം എന്നാണ്, പക്ഷേ അവൾ ആ സമയത്ത് എത്തിയില്ല. അപ്പോൾ ഇതെങ്ങനെ പറയും ഞാൻ ഇംഗ്ലീഷിൽ? വി were supposed to meet at 9 but she didn't turn up. She didn't turn up. അവൾ ആ സമയത്ത് എത്തിയില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഈ ടേൺ അപ്പ് എന്ന് പറഞ്ഞ ഫ്രേസിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2-3 ഞാൻ പറയുന്നത് കേട്ടോ. വേറൊരു പ്രധാനപ്പെട്ട അർത്ഥം ഇതാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തു കളഞ്ഞു പോയി എന്ന് വിചാരിച്ചിരിക്കുകയാണ്, പക്ഷേ യാദൃച്ഛികമായിട്ട് നമ്മളത് വീണ്ടും കണ്ടെത്തുന്നു. അവിടെ നമുക്ക് ടേൺ അപ്പ് എന്ന് ഉപയോഗിക്കാം. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് എൻ്റെ വാച്ച് നഷ്ടപ്പെട്ടു എന്നാണ്. കുറച്ച് ദിവസമായിട്ട് ഇത് കാണുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ആകസ്മികമായിട്ട് എൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്ന് അത് കിട്ടി. അപ്പോൾ ഞാൻ എന്ത് പറയും? മൈ വാച്ച് വാസ് മിസ്സിങ് ഫോർ എ ഫ്യൂ ഡേയ്സ് ബട്ട് ഇറ്റ് ടേൺഡ് അപ്പ് ഇൻ മൈ കോട്ട് പോക്കറ്റ്. അതുപോലെ മുൻപ് നമ്മൾ ടേൺ ഡൗൺ എന്നൊരു ഫ്രേസൽ വേർബ് കണ്ടില്ലേ? ടി വിയുടെയൊക്കെ ശബ്ദം കുറയ്ക്കുക. അതേ ഫ്രേസൽ വേർബ് വേറൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ക്ഷണം അല്ലെങ്കിൽ ഒരു ജോലിക്കുള്ളൊരു ഓഫറൊക്കെ നിരസിക്കുക അല്ലെങ്കിൽ അത് വേണ്ടെന്ന് വെക്കുക എന്നൊക്കെ ഉള്ളതിന് പറയുന്നതിന് നമുക്ക് ടേൺ ഡൗൺ എന്ന് ഉപയോഗിക്കാം. അവരവൾക്ക് ജോലി വാഗ്ദാനം ചെയ്തു, പക്ഷേ അവളത് വേണ്ടെന്ന് വെച്ചു, അത് നിരസിച്ചു. അപ്പോൾ എന്ത് പറയും? ദേ ഓഫേർഡ് ഹർ ദ ജോബ് ബട്ട് ഷീ ടേൺഡ് ഇറ്റ് ഡൗൺ. അവൾ അത് വേണ്ടെന്ന് വെച്ചു. കണ്ടോ, ഇവിടെ ഞാൻ ടേൺഡ് ഇറ്റ് ഡൗൺ എന്നാണ് പറഞ്ഞത്. കാരണം ഇറ്റാണ് ഉപയോഗിച്ചത്. അതുകൊണ്ട് ആ ഫ്രേസൽ വേർബിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മളത് പ്ലേസ് ചെയ്യണം. ഇനി എന്തെങ്കിലും ഒരു സാധനം തിരയുക എന്നൊക്കെ ഉള്ളതിന് നമ്മൾ സെർച്ച് എന്ന് പറയില്ലേ? അപ്പോൾ സെർച്ച് ഒരു വേർബാണ്. അതേ അർത്ഥമുള്ളൊരു ഫ്രേസൽ വേർബാണ് ടു ലുക്ക് ഫോർ. അപ്പോൾ ഞാൻ എൻ്റെ താക്കോല് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നീ അത് കണ്ടിരുന്നോ? അപ്പോൾ എങ്ങനെ ചോദിക്കും? ഐ എം ലുക്കിംഗ് ഫോർ മൈ കീസ്, ഹാവ് യു സീൻ ദെം? ഐ എം ലുക്കിംഗ് ഫോർ മൈ കീസ്. ഈ ലുക്ക് എന്നുള്ള വേർബ് തന്നെ ചേർത്തിട്ട് വരുന്ന വേറൊരു ഫ്രേസൽ വേർബാണ് ലുക്ക് അപ്പ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്നറിയോ? പലപ്പോഴും നമുക്ക് വാക്കുകളുടെ മീനിങ്ങിനെ പറ്റിയിട്ടൊക്കെ സംശയം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഡിക്ഷണറിയിൽ നോക്കുക അല്ലേ? ആ അർത്ഥം കിട്ടാൻ നമുക്ക് ലുക്ക് അപ്പ് എന്ന് പറയാം. അപ്പോൾ എനിക്ക് ഈ വാക്കിൻ്റെ അർത്ഥം അറിയില്ല, ഞാൻ ഡിക്ഷണറിയിലൊന്ന് നോക്കട്ടെ. എന്ത് പറയും? ഐ ഡോണ്ട് നോ ദ മീനിങ് ഓഫ് ദിസ് വേർഡ്, ലെറ്റ് മീ ലുക്ക് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. കണ്ടോ, ലുക്ക് ഇറ്റ് അപ്പ്. ഇറ്റ് വന്നതുകൊണ്ട് ലുക്ക് അപ്പ് ഇറ്റ് എന്ന് പറയില്ല, ലുക്ക് ഇറ്റ് അപ്പ് ഇൻ ദ ഡിക്ഷണറി. അപ്പോൾ ലുക്ക് അപ്പ് എന്നുള്ളതിൻ്റെ അർത്ഥം ഇപ്പോൾ കണ്ടല്ലോ. പക്ഷേ ഇതിന് വേറൊരു അർത്ഥം കൂടെ ഉണ്ട്. കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടുക എന്നുള്ള അർത്ഥം കിട്ടാൻ നമുക്ക് ലുക്ക് അപ്പ് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ പറയുകയാണെന്നിരിക്കട്ടെ, ഞാൻ കരുതുന്നത് അടുത്ത വർഷം ആകുമ്പോഴേക്കും കാര്യങ്ങൾ കുറച്ചുകൂടെയൊക്കെ മെച്ചപ്പെടും. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഫ്രേസൽ വേർബ് ഉപയോഗിച്ച് പറയാൻ നോക്കാം. ഐ തിങ്ക് തിങ്സ് വിൽ സ്റ്റാർട്ട് ടു ലുക്ക് അപ്പ് ഇൻ ദ ന്യൂ ഇയർ. പുതിയ വർഷത്തിൽ കാര്യങ്ങൾ കുറച്ചുകൂടെ മെച്ചപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. മെച്ചപ്പെടും എന്നുള്ളതിന് ടു ലുക്ക് അപ്പ്. തിങ്സ് വിൽ സ്റ്റാർട്ട് ടു ലുക്ക് അപ്പ്. ഇനി ലുക്ക് ചേർത്തിട്ടുള്ള വേറൊരു ഫ്രേസൽ വേർബ്. ഇവിടെ ലുക്കിൻ്റെ കൂടെ ആഫ്റ്റർ ആണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ ആരെങ്കിലും പരിപാലിക്കുക അല്ലെങ്കിൽ പരിചരിക്കുക എന്നൊക്കെ ഉള്ള അർത്ഥത്തിൽ നമുക്ക് ലുക്ക് ആഫ്റ്റർ ഉപയോഗിക്കാം. അതായത് ടു ടേക്ക് കെയർ ഓഫ് സംബഡി അല്ലെങ്കിൽ ടു ടേക്ക് കെയർ ഓഫ് സംതിങ് എന്നാണ് അർത്ഥം.
അപ്പോൾ എനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ എൻ്റെ അമ്മയാണ് എൻ്റെ കാര്യങ്ങൾ നോക്കിയത് അല്ലെങ്കിൽ എന്നെ പരിചരിച്ചത്. അപ്പോൾ എന്ത് പറയും? മൈ മദർ ലുക്ക്ഡ് ആഫ്റ്റർ മീ വെൻ ഐ വാസ് ഇൽ. മൈ മദർ ലുക്ക്ഡ് ആഫ്റ്റർ മീ വെൻ ഐ വാസ് ഇൽ. അതുപോലെ നമ്മൾ വീടുകളിൽ ഇങ്ങനെ പറയാറില്ലേ, ഇവൻ അല്ലെങ്കിൽ ഇവള് അച്ഛനെ പോലെ തന്നെയാണ് അല്ലെങ്കിൽ അമ്മയെ പോലെയാണ് എന്നൊക്കെ പറയില്ലേ. ആ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഫ്രേസൽ വേർബ് ഉണ്ട്. അപ്പോൾ ഒരാളെ പോലെ തന്നെ ആയിരിക്കുക എന്നുള്ളതിന് റിസെമ്പിൾ എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുക. അപ്പോൾ ടു റിസെമ്പിൾ എന്നുള്ള വേർബിന് പകരം നമുക്ക് ടു ടേക്ക് ആഫ്റ്റർ എന്ന ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. അപ്പോൾ അതെങ്ങനെ പറയും നമ്മൾ? അവൻ അമ്മയെ പോലെ തന്നെയാണ് എന്നാണ് പറയേണ്ടതെന്നിരിക്കട്ടെ. അപ്പോൾ എങ്ങനെ പറയും? ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ. ഹി ടേക്സ് ആഫ്റ്റർ ഹിസ് മദർ. അപ്പോൾ ഇവിടെ ഈ ടേക്ക് ആഫ്റ്റർ എന്ന് പറയുന്നതുകൊണ്ട് നമ്മൾ കാഴ്ചയുടെ കാര്യം മാത്രമല്ല പറയുന്നത്. അത് കാഴ്ചയിലാവാം സാമ്യം, സ്വഭാവത്തിൻ്റെ കാര്യത്തിലും ആവാം. ഇനി എന്തെങ്കിലും ഒരു കാര്യം നീട്ടി വയ്ക്കുക എന്നൊക്കെ പറയില്ലേ, അതൊരു മീറ്റിംഗ് ആവാം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ ആവാം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന വാക്ക് പോസ്റ്റ്പോൺ ആണ് അല്ലേ. അതേ അർത്ഥം വരുന്നൊരു ഫ്രേസൽ വേർബാണ് ടു പുട്ട് ഓഫ്. അവിടെ ഓഫ് OFF ആണ് കേട്ടോ. അപ്പോൾ ടു പോസ്റ്റ്പോൺ തന്നെയാണ് ടു പുട്ട് ഓഫ്. അപ്പോൾ സെൻറ്റൻസ് ഇതാണ്: അവർ മീറ്റിംഗ് ഒരാഴ്ചത്തേക്ക് നീട്ടിവെക്കാൻ തീരുമാനിച്ചു. അപ്പോൾ എങ്ങനെ പറയും? ദേ ഡിസൈഡഡ് ടു പുട്ട് ഓഫ് ദ മീറ്റിംഗ് ഫോർ എ വീക്ക്. ദേ ഡിസൈഡഡ് ടു പുട്ട് ഓഫ് OFF ദ മീറ്റിംഗ് ഫോർ എ വീക്ക്. അത് മീറ്റിങ്ങോ ഒരു ചടങ്ങോ നീട്ടിവെക്കുന്ന കാര്യം. ഇനി അത് വേണ്ടെന്ന് വെക്കുകയാണെങ്കിലോ എന്താ പറയുക? നമ്മൾ ഇംഗ്ലീഷിൽ ക്യാൻസൽ എന്ന് പറയും അല്ലേ. അതേ അർത്ഥത്തിൽ നമുക്ക് പറയാവുന്നതാണ് ടു കോൾ ഓഫ്. അവിടെയും OFF ഉണ്ട്. ടു കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം റദ്ദാക്കുക എന്നാണ് അർത്ഥം. ഇപ്പോൾ ക്രിക്കറ്റ് മാച്ചസ് ഒക്കെ നടക്കുമ്പോൾ നമ്മളിത് കാണാറുണ്ട്. അപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർ ആ കളി തന്നെ വേണ്ടെന്ന് വെക്കും അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക? ദെവ് കോൾഡ് ഓഫ് ദ മാച്ച് ബിക്കോസ് ഓഫ് ബാഡ് വെദർ. മോശം കാലാവസ്ഥ കാരണം അവർ ആ മാച്ച് വേണ്ടെന്ന് വെച്ചു. നമ്മളൊരാളുടെ വീട്ടിൽ ചെന്നിരിക്കുകയാണെന്നിരിക്കട്ടെ, ആ വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് തീർച്ചയായും നമ്മൾ ഷൂസ് ഊരി വയ്ക്കും അല്ലേ. അപ്പോൾ അവിടെ നമുക്ക് ഉപയോഗിക്കാവുന്ന വാക്ക് ടു റിമൂവ് ആണ്. ടു റിമൂവ്. ഇതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നൊരു ഫ്രേസൽ വേർബാണ് ടു ടേക്ക് ഓഫ്. ഇവിടെയും OFF ഉണ്ട് കേട്ടോ. ടു ടേക്ക് ഓഫ്. അപ്പോൾ നമ്മൾ എന്ത് പറയും? വീട്ടിലേക്ക് കയറുന്നതിന് മുൻപ് അയാൾ ഷൂസ് ഊരി മാറ്റി. എങ്ങനെ പറയും? ഹി ടുക്ക് ഓഫ് ഹിസ് ഷൂസ് ബിഫോർ എൻറ്ററിങ് ദ ഹൗസ്. ടുക്ക് ഓഫ് മറക്കരുത്, OFF ഉണ്ട് കേട്ടോ. പക്ഷേ ടേക്ക് ഓഫിന് ഒരർത്ഥം കൂടെ ഉണ്ട്. പ്ലെയിൻ നിലം വിട്ട് ഉയർന്ന് പറക്കുക, അതിന് നമ്മൾ ടേക്ക് ഓഫ് എന്നല്ലേ പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് പറയാവുന്ന സെൻറ്റൻസ് എന്താണെന്ന് നോക്കൂ. 10 മണിക്ക് തന്നെ പ്ലെയിൻ പറന്ന് പൊങ്ങി. എന്ത് പറയും? ദ പ്ലെയിൻ ടുക്ക് ഓഫ് അറ്റ് 10 o'clock. ദ പ്ലെയിൻ ടുക്ക് ഓഫ്. ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ടാണ് ഞാൻ ടേക്ക് ഓഫ് എന്നുള്ളത് ടുക്ക് ഓഫ് എന്നാക്കിയത് കേട്ടോ. ഇനി ഒരെണ്ണം, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ആരെങ്കിലും യാദൃച്ഛികമായിട്ട് ആകസ്മികമായിട്ട് കണ്ടുമുട്ടിയാൽ നമുക്ക് ടു മീറ്റ് സംബഡി ബൈ ചാൻസ് എന്ന് പറയാം അല്ലേ. അതേ അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസൽ വേർബാണ് ടു ബംപ് ഇൻ ടു സംബഡി. ടു ബംപ് ഇൻ ടു എന്ന് പറഞ്ഞാൽ യാദൃച്ഛികമായിട്ട് കണ്ടുമുട്ടി എന്നാണ്. ഞാനൊന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയതായിരുന്നു. അവിടെ വെച്ച് എൻ്റെ ഫ്രണ്ടിനെ നനച്ചിരിക്കാതെ കണ്ടുമുട്ടി. ഒട്ടും കരുതിയതല്ല കാണുമെന്ന്. അപ്പോൾ എങ്ങനെയാണ് പറയുക? ഐ ബംപ്ഡ് ഇൻ ടു മൈ ഫ്രണ്ട് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. ഐ ബംപ്ഡ് ഇൻ ടു മൈ ഫ്രണ്ട് അറ്റ് ദ സൂപ്പർ മാർക്കറ്റ്. അങ്ങനെ നമ്മൾ അവസാനത്തെ ഫ്രേസൽ വേർബിലെത്തി. പക്ഷേ ഇതിനും 2 അർത്ഥമുണ്ട്. നമുക്ക് ആദ്യത്തേത് നോക്കാം. ഇപ്പോൾ ഏതെങ്കിലും ഒരു ദുസ്വഭാവം, ഒരു ദുശീലം വേണ്ടെന്ന് വെക്കുക എന്നുള്ളതിന് നമുക്ക് പറയാവുന്നത് ടു ഗിവ് അപ്പ് എന്നാണ്. പതിവായിട്ട് ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം ഇനി വേണ്ട എന്ന് വെക്കുമ്പോൾ നമ്മൾ ടു ഗിവ് അപ്പ് എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കൂ. ഒരാൾ പുകവലിക്കുമായിരുന്നു, പക്ഷേ ആ ദുശീലം അയാൾ വേണ്ടെന്ന് വെച്ചു കഴിഞ്ഞ വർഷം. അപ്പോൾ അതെങ്ങനെ പറയും? ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ് ലാസ്റ്റ് ഇയർ. ഹി ഗേവ് അപ്പ് സ്മോക്കിംഗ്. അപ്പോൾ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഞാൻ ഗിവ് അപ്പിനെ ഗേവ് അപ്പ് എന്നാക്കി. ഇനി ഈ ഗിവ് അപ്പ് എന്നുള്ള ഫ്രേസൽ വേർബിന് ഒരർത്ഥം കൂടെ ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി അത് വേണ്ട, ആ ശ്രമം നിർത്താം എന്ന് വിചാരിക്കുമ്പോഴും നമുക്ക് ഈ ഫ്രേസൽ വേർബ് ഉപയോഗിക്കാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഇംഗ്ലീഷിനെ വരുതിയിൽ കൊണ്ടുവരാൻ കുറേ നാളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഇതിന് മതിയാക്കാം, ഇതുകൊണ്ടൊരു കാര്യമില്ല, ഇനി ഈ ശ്രമം ഉപേക്ഷിക്കാമെന്ന് തോന്നിയാൽ അപ്പോൾ ഞാൻ എന്തായിരിക്കും നിങ്ങളോട് പറയുക? ഡോണ്ട് ലൂസ് ഹോപ്പ്, ഡോണ്ട് ഗിവ് അപ്പ്. പ്രതീക്ഷ കൈവെടിയരുത്, ശ്രമം ഉപേക്ഷിക്കരുത്. ഡോണ്ട് ഗിവ് അപ്പ്. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെട്ട 15 ഫ്രേസൽ വേർബ്സും നിങ്ങൾക്ക് ഡെയിലി ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഉപയോഗിക്കണമെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. റിപ്പീറ്റ് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇന്ന് പരിചയപ്പെട്ട ഫ്രേസൽ വേർബ്സ് പലതിനും ഒന്നിലധികം അർത്ഥങ്ങളുള്ളതാണ്. പക്ഷേ ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട 1-2 എണ്ണമാണ് പലതിൻ്റെ എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നമുക്കിനി അടുത്തതിൽ കാണാം. ബൈ.